ആ മോളെ എവിടെയായിരുന്നു? ഞാൻ പൂജാമുറിയിലായിരുന്നു. എന്നും പ്രാർത്ഥിച്ചിട്ടാ ദിവസം തുടങ്ങാറ്. നന്നായി മോളെ. അത്തരം ശീലങ്ങളൊക്കെ ഇപ്പൊ ആർക്കും ഇല്ലാണ്ടായി തുടങ്ങി. പക്ഷെ ചിലർക്കെങ്കിലും ഉള്ളത് നല്ല കാര്യം അല്ലേ? രാധിക മോള് പൂജാമുറി കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു അമ്പലമായി മാറിയിട്ടുണ്ടാവും. ഞാനൊന്ന് തൊഴുതിട്ട് വരാം മോളെ. ഇതെന്താ ഇത്? ഇതെന്തു പറ്റി? പൂജാമുറിയാണോ ഇങ്ങനെ കിടക്കുന്നത്? ഞാനും അതാ ആലോചിക്കുന്നേ. രാധിക മോളിപ്പോ പ്രാർത്ഥിച്ചിട്ട് പോയതല്ലേ ഉള്ളൂ. അമ്മേ, ആ മോളെ, പൂജാമുറി എന്താ ഇങ്ങനെ കിടക്കുന്നേ? ഞാനിപ്പോ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. മുത്തശ്ശി പൂജമുറി കയറിയോ? മുത്തശ്ശിയല്ല, രാധിക തൊഴുതിട്ട് പോയത്. രാധിക ചേച്ചി, എന്താ? മുത്തശ്ശി അതൊന്ന് നോക്കിയേ. പൂജമുറി അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നത് കണ്ടോ? എന്താ? ചേച്ചിയാണോ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് പോയത്? അതെ. എന്നിട്ട് എന്തായി കാണിച്ചിട്ടിരിക്കുന്നേ? പേരെടുക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ പോകുമ്പോ പൂജാമുറി ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും വന്ന് വൃത്തിയുണ്ടാക്കിയതാണോ? രാധികയുടെ ഭക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. രാധിക പൂജാമുറി എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അച്ഛാ, ഞാനിപ്പോ എല്ലാം വൃത്തിയാക്കി തരാം. അത് കഴിഞ്ഞിട്ട് തൊഴാം. എന്താ കുട്ടി ഇത്? കുറച്ചുകൂടി നല്ല രീതികള് കുട്ടിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതാ. ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായി കാണുന്ന നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പെരുമാറുന്നത്? നല്ലത് പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുൻപേ മതി, വെറുതെ കാര്യം അറിയാതെ ആരെയും കുറ്റപ്പെടുത്തണ്ട. ഈ വീട്ടില് വേറെ ആളുകളുണ്ടല്ലോ, അവരാരെങ്കിലും ചെയ്തതാണോ എന്ന് അന്വേഷിച്ചു നോക്കാം. മോളകത്തേക്ക് പൊയ്ക്കോ.
പ്രിയങ്ക മോൾ ഇന്ന് വരെ പൂജാമുറി വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നെന്താണാവോ വിശേഷിച്ച് ഇങ്ങനെ തോന്നാൻ? അതെന്താണെന്നറിയോ മുത്തശ്ശി, വരുണിനെ ദൈവമായി കാണാനും വരുണിന്റെ കുടുംബത്തെ ശ്രീകോവിലായി കാണാനും ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതുകൊണ്ടാ. ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഉള്ളത് പറയണമല്ലോ. പ്രിയങ്ക മോള് വന്ന് കയറിയതിൽ പിന്നെ ഇത്ര പക്വതയുള്ള ഒരു മറുപടി ഞാൻ കേട്ടിട്ടില്ല. നന്നായി മോളെ. ഇനി അച്ഛൻ തൊഴുതോളും. എന്താ ഐശ്വര്യ, എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? എടുത്തെന്താ പതിവില്ലാതെ ഈ നേരത്ത്? എനിക്കെന്താ എന്റെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. ഞാനും എന്റെ ഏട്ടനും കുട്ടികളും മാറി താമസിച്ചേ ഉള്ളൂ. പക്ഷേ ശ്യാമയായിട്ടുള്ള ബന്ധത്തിന് മാറ്റമൊന്നുമില്ല. ശ്യാമയില്ലേ? ഉണ്ട്. എന്റെ ഐശ്വര്യ, കാലങ്ങൾക്ക് ശേഷം ഒരു ബന്ധുവിനെ കാണുമ്പോ നന്നായിട്ടൊന്ന് ചിരിച്ചൂടെ നിനക്ക്? അതോ ഇക്കാലത്തിനിടയിൽ ചിരിക്കാൻ കൂടി മറന്നു പോയിട്ടുണ്ടോ? എടത്തി പറഞ്ഞത് ശരിയാ, ചിരിക്കാൻ കൂടി മറന്നുപോയി ഞാൻ. അല്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ എനിക്ക് എവിടെ സമയമുണ്ടായത്? ശ്യാമയുടെ പ്രോഗ്രാംസ്, അതിന്റെ കാര്യങ്ങള്, ആളുകളുമായിട്ടുള്ള ഇടപെടല്, ഒരു സെലിബ്രിറ്റി ആവാനൊക്കെ എളുപ്പോ. പക്ഷേ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പാടാ. ശ്യാമയ്ക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഏടത്തിക്ക് അറിയാലോ. ശ്യാമയ്ക്കൊന്നും അറിയില്ലെങ്കിൽ എന്താ, ഐശ്വര്യക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാലോ. ഞാനില്ലേ ഇവിടെ കൂടെ? എന്റെ കാര്യത്തിൽ ഐശ്വര്യടുത്ത് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടല്ല. എടുത്തി വാ. ഐശ്വര്യ, തിരക്കൊഴിയുമോന്ന് പറയണം, സംസാരിക്കാനുണ്ട് നിന്നോട്. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേ? ഇനി ഒരു താലി കെട്ടോ? അങ്ങനെ ഒരു കാര്യത്തിന് വരുൺ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? മോളെ, അത് നടന്നേ പറ്റൂ. കാടകത്ത് ഭഗവതി ക്ഷേത്രം മംഗല്യഭാഗ്യത്തിന് പേര് കേട്ടതാ. അവിടുത്തെ നടയിൽ വെച്ച് വരുൺ നിന്നെ താലി ചാർത്തണം.
അതിന് സാക്ഷിയായി രാധിക ഉണ്ടാവുകയും വേണം. കാര്യം നല്ലതായാൽ പോലും ഞാൻ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് വരുൺ അതിന് സമ്മതിക്കില്ല. നീ വരുണിനെ വിളിച്ച് ഫോണൊന്ന് കൊടുക്കും. കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. വരുൺ വരുൺ ഒന്നിങ്ങോട്ട് വരുമോ? അതെ മുത്തശ്ശി, ദേഷ്യപ്പെടാനൊന്നും നിൽക്കരുത് കേട്ടോ. എന്താ? ആറ്റുവാശ്ശേരിന്ന് മുത്തശ്ശിയാ, വരുണോടൊന്ന് സംസാരിക്കണമെന്ന്. എന്താ മുത്തശ്ശി? മോനെ, മുത്തശ്ശിക്ക് നാളെ അമ്പലത്തിൽ ഒരു നേർച്ചയുണ്ട്. മോൻ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. കാടകത്ത് ഭഗവതി ക്ഷേത്രം. എനിക്കറിയില്ല. പ്രിയങ്കയ്ക്കറിയാം. നാളെ നിങ്ങൾ രണ്ടുപേരും മുത്തശ്ശിയുടെ കൂടെ ആ ക്ഷേത്രത്തിലേക്കൊന്ന് വരണം. അതെ, എനിക്ക് ഈ ക്ഷേത്ര കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല മുത്തശ്ശി. പ്രിയങ്ക വരുന്നെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എന്നെ പ്രതീക്ഷിക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ മോനെ. ഇനി ചിലപ്പോ ഇങ്ങനെയൊരു വഴിപാട് നടത്താൻ ഞാനുണ്ടാവണമെന്നൊന്നുമില്ല. നേർച്ചകളൊന്നും ബാക്കിയിട്ടിട്ട് പരലോകത്തേക്ക് മടങ്ങാനും വയ്യല്ലോ. അങ്ങനെയുള്ള ഒരു ആത്മാവിന് മോക്ഷം പോലും കിട്ടില്ല. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം. മോനും പ്രിയങ്കയും വരുമ്പോ രാധികയെ കൂടി കൂട്ടിക്കോ. പേരക്കുട്ടികൾ എല്ലാവരും ചടങ്ങിന് ഒന്നിച്ചു നിൽക്കണം. അല്ല, അത് മുത്തശ്ശി. മോൻ എതിരൊന്നും പറയരുത്. രാധികയും പ്രിയങ്കയും കൂട്ടി മോൻ വരണം. ആ, വരാം മുത്തശ്ശി. അല്ല, ഞാൻ കാരണം മുത്തശ്ശിക്ക് ഒരു മനപ്രയാസം ഉണ്ടാവണ്ട. രാധികയും കൊണ്ട് ഞാനങ്ങ് എത്തിയേക്കാം. നാളെ രാവിലെ നമുക്ക് പോവാം. രാധികയോട് ഞാൻ പറഞ്ഞോളാം. അവിടെ നിന്ന് മടങ്ങുമ്പോ രാധിക എന്ന പേര് പോലും ചിലപ്പോ വരുൺ ഓർക്കില്ല. നാളെ ഈ താലി വരുൺ പ്രിയങ്കയുടെ കഴുത്തിൽ കെട്ടും. അവരുടെ യഥാർത്ഥ മാംഗല്യം. എന്താ മാഡം? അമൃതയടുത്തായിട്ട് സംസാരിച്ചോ നീ? സംസാരിച്ചു. പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിച്ചോ? ശ്യാമ മാഡത്തിന്റെ മകളുടെ കാര്യമാണ് ചോദിച്ചത്. ഇതുവരെ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയാത്തത് നിങ്ങളുടെയൊക്കെ തോൽവിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പ്രതീക്ഷിച്ചു മാലിനി. ഒരു കാര്യം ഞാൻ പറയാം. അശ്വതി ശ്യാമയ്ക്ക് എന്തായിരുന്നോ അതിന്റെ ഇരട്ടിയാണ് അമൃത. ഈ പരസ്പരം ജീവൻ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു ബന്ധം. നമ്മുടെ നീക്കങ്ങള് വളരെ സൂക്ഷിച്ചു വേണം. അശ്വതിയെ പോലെയല്ല, അമൃതയെടുത്ത് ചോദ്യം ചോദിക്കാൻ മിടിക്കുക. ചിലപ്പോ നമ്മളെ കുടുക്കിക്കളയും. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് നിന്നാ മതിയല്ലോ അല്ലേ? മാലിനിയോട് എന്തെങ്കിലും ചോദിച്ചാ അതെന്നോട് ചോദിക്കാൻ പറഞ്ഞാ മതി. കേട്ടല്ലോ? യെസ് മാഡം. അമൃതയെടുത്തെ കൂടെ കൊണ്ടു നിർത്തുന്നതില് ശ്യാമയ്ക്ക് കൃത്യമായ എന്തെങ്കിലും ഉദ്ദേശം കാണും. അതെന്താണെന്ന് കണ്ടെത്തണം. കൂടെ നിൽക്കാൻ എത്ര മികച്ചവള് വന്നാലും ശ്യാമ നമുക്കൊരു കളിപ്പാട്ടം പോലെ ആയിരിക്കണം. നമ്മൾ കീ കൊടുത്താൽ മാത്രം പ്രവർത്തിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെ മാത്രം ചെയ്യുന്നൊരാൾ. അത്രയേ ശ്യാമ പോകാവൂ. എന്നിട്ടും ചില കാര്യങ്ങളിൽ ശ്യാമ മാഡത്തിന്റെ നീക്കങ്ങളിൽ നമുക്ക് പിടുത്തം കിട്ടുന്നില്ലല്ലോ, പ്രത്യേകിച്ച് മകളുടെ കാര്യത്തിൽ. ശരിയാണ്. അക്കാര്യം മാത്രം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമായിരുന്നിട്ട് പോലും. പക്ഷേ ദൈവങ്ങള് കാവലിരുന്നാലും ഒരുപാട് കാലം മറഞ്ഞിരിക്കാൻ പറ്റില്ല. അതെനിക്ക് ഉറപ്പാണ്. ശ്യാമയ്ക്ക് കരയാനാണ് വിധി. ഇതുവരെ അഖിലിന്റെ നഷ്ടത്തിൽ, ഇനി അങ്ങോട്ട് മകളുടെ നഷ്ടത്തിൽ. പ്രിയേ, അവിടുന്ന് കുറച്ച് ജീവനെടുത്ത് വേണമെങ്കിൽ വന്ന് എടുത്താൽ മതി. ഞാൻ ഈ അടുക്കള കിടന്ന് തീയും പുകയും കൊള്ളേണ്ടവളൊന്നും അല്ല. നിന്റെ ഒരു കാര്യം
നല്ല മണം വരുന്നുണ്ടല്ലോ പത്മിനി. ഇന്ന് എന്താ സ്പെഷ്യല്? അറിയില്ലമ്മേ, വാ നമുക്ക് നോക്കാം. ചേച്ചി അതിങ്ങടുത്തേ, ഇത് പിടിച്ചേ. പിടിക്കണ്ട. പിടിച്ചു പിടിച്ചു. ആഹാ, ഇതെന്താ ഇത്? ഞാൻ കരുതി രാധികമോളാവും പാചകം ചെയ്യുന്നേന്നു. ചേച്ചിക്ക് അതിന് വീഡിയോ ഒന്ന് കണ്ടെടുക്കാൻ നേരം കിട്ടിയിട്ട് വേണ്ടേ? എത്ര നേരമായി ഇതിങ്ങനെ കണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? ആ, ഇത് തന്നെ വീട്ടിൽ വെച്ച് ഫോൺ എടുക്കാൻ മുത്തശ്ശി സമ്മതിക്കാത്തത്. ആ, കൈ കിട്ടിയ പിന്നെ എല്ലാം മറന്നെങ്കി ഇരുന്നോളും. അത് മുത്തശ്ശി, ഒന്നും പറയണ്ട. ഇതൊന്നും കുടുംബത്തിൽ പിറന്ന കുട്ടികൾക്ക് ചേർന്നതൊന്നും അല്ല. അമ്മേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. മുത്തശ്ശി ഒന്ന് ടേസ്റ്റ് ചെയ്തേ. നന്നായിട്ടുണ്ട് മോളെ, നല്ല കൈപുണ്യം. അതെ, മുത്തശ്ശി എന്തൊന്നും പറയാത്ത? ഇതിനേക്കാൾ കേമമായിട്ട് ഈ കറി വയ്ക്കാൻ പറ്റില്ല. കേട്ടോ മോളെ, മുത്തശ്ശി ഇങ്ങനൊരു അഭിപ്രായം പറയാന്ന് വെച്ചാ മോള് ജയിച്ചു എന്നാ അർത്ഥം. ആ, കറികളൊക്കെ പ്രിയങ്ക വച്ചു കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ കുട്ടി ഇവിടെ നിൽക്കുന്നേ? പൊയ്ക്കോളൂ. മോളെ, കറിയൊക്കെ ഇത് മതി മോളെ. ഇനി മുതൽ എല്ലാവർക്കും എപ്പോഴും വെച്ച് വിളമ്പണം. അച്ഛൻ പറയുന്നത് പോലെ വയറ് നിറയുമ്പോ മനസ്സും നിറയും, അല്ലേ അമ്മേ? മുത്തശ്ശി, അത് ഒന്നും പറയണ്ട. അവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നും വേണ്ട. അനുജത്തി കേമിയ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാമെന്നാ അവള് കരുതിയിരിക്കുന്നു. സമയം വരുമ്പോ മുത്തശ്ശി തന്നെ ആ തോന്നല് മാറ്റി കൊടുത്തോളാം. നാവിൻ തുമ്പിലെ രസത്തീന്നറിയാം അത് നിന്റെ കൈപ്പുണ്യാണെന്ന്. വിഷമിക്കണ്ട. ഐശ്വര്യ പുറത്തു പോയി കഴിഞ്ഞപ്പോ അല്പം ആശ്വാസമായി. മനസ്സ് തുറന്ന് ശ്യാമയോട് അല്പം സംസാരിക്കാലോ. എന്താ ഇടത്തേക്ക് പറയാനുള്ളേ? സത്യത്തിൽ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് നല്ല പേടിയായിരുന്നു. ഇങ്ങോട്ട് വന്നാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ മുഖം കാണേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ എനിക്ക് തെറ്റി. ജീവിതത്തിനോട് ശ്യാമ വല്ലാതെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെ ഞാൻ ആഗ്രഹിച്ച മാറ്റവും. ഇപ്പൊ എല്ലാം മറക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഒരിക്കലും ഇല്ല. ഇപ്പൊ കുറെ ഓർക്കാനുണ്ട്, അതാ വ്യത്യാസം. മോളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ കാര്യം ഞാൻ മാലിനിയോട് ചോദിച്ചു. ഒഴിഞ്ഞു മാറിയതുപോലെ എനിക്ക് തോന്നിയത്. അവരൊഴിഞ്ഞു മാറിക്കോട്ടെ അടുത്തി. എന്റെ മോളെക്കുറിച്ച് ഇനി അവരന്വേഷിക്കണ്ട. അവൾ എൻ്റെ അടുത്തുണ്ട്. അവൾ എൻ്റെ അടുത്ത് ഇരിക്കാറുണ്ട്. എന്നും എനിക്ക് പാട്ട് പാടിത്തരാറുണ്ട്. ഞാൻ അവളെ ചേർത്ത് പിടിക്കാറുണ്ട്. ഉമ്മ വയ്ക്കാറുമുണ്ട്. സ്വപ്നത്തിലോ? അല്ല, എൻ്റെ മോളെ ഞാൻ കണ്ടെത്തി. സത്യമാണ് പറയുന്നത്? സത്യം. അവളുടെ പേര് രാധികയെന്ന. ശരിക്കും കാണാൻ എന്നെപ്പോലെ തന്നെയാ. ഇവിടെ അടുത്ത ശ്രീകൃഷ്ണപുരത്തൊരു അമ്പലമുണ്ട്. അവിടുത്തെ പൂജാരി ദേവനാരായണൻ തിരുമേനിയാണ് അവളെ എടുത്ത് വളർത്തുന്നത്. അവരുടെ മകളായിട്ട്. ശ്യാമൻ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐശ്വര്യം കൂട്ടരൊക്കെ ഇത്രയ്ക്ക് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ശ്യാമയ്ക്ക് എങ്ങനെയാ? അതിന്റെ ഉത്തരം
ദൈവം തന്നെയാ. പിന്നെ എൻ്റെ കണ്ണീരും. അഖിൽ സാറിൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹമൊക്കെ ദൈവം നേരിട്ട് കണ്ടു കാണും. അങ്ങനെയാ ഞാൻ അവളെ കണ്ടത്. എന്നിട്ടെന്താ പിന്നെ മോളെ കൂടെ കൊണ്ടുവന്ന് നിർത്താത്തെ? അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് എടുത്തി. ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച സ്വർഗം എൻ്റെ മുമ്പിൽ വെച്ച് തന്നു. ഇനി നോക്കിക്കോ, ശ്യാമെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ മകളെ സംരക്ഷിക്കുന്ന അമ്മയാണ്. ആ അമ്മയുടെ ചങ്കൂറ്റം ഞാൻ കാണിക്കണ്ടേ?